ഇനി 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 കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ ഒരു മിനിറ്റ്, സ്വരാജ് അപ്പുറത്ത് ആര്യടൻ ഷൗക്കത്ത്, ഈ പോരാട്ടം എങ്ങനെയായിരിക്കും? ഈ പോരാട്ടം തീർച്ചയായിട്ടും രാഷ്ട്രീയ പോരാട്ടമായിരിക്കും. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമാണ്. യുവജന വിദ്യാർത്ഥി രംഗത്ത് കരുത്തുറ്റ നേതൃത്വമായി കേരളം കണ്ട ഒരു സ്വരാജ്. ഈ നിലമ്പൂരിൽ പഠിച്ച് നിലമ്പൂരിൽ ജീവിച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഈ യുവജന നേതൃത്വത്തെ നിലമ്പൂരിലെ ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ കുറച്ച് ബ്ലോക്കായതിൻ്റെ ഒക്കെ കാരണം വഴിയിലുടനീളം സ്വരാജിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ 3-4 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. അടികൂടി വാശി പിടിച്ചു വാങ്ങിയ സീറ്റിൽ നിന്ന് മത്സരിക്കുന്ന ആൾക്ക് വേണ്ടി എവിടെയും അങ്ങനെ ഒരു ആവേശമോ ഒരാവേശ തള്ളിച്ചയോ ഒന്നും നമ്മൾ ഈ മണ്ഡലത്തിൽ എവിടെയും കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തെ പിന്തുണക്കും, സഖാവ് സ്വരാജിന് വോട്ട് ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസവും നിങ്ങളോട് പറഞ്ഞതാണ്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അവതരിപ്പിക്കും. ആ സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. ഞങ്ങൾ ആലോചിച്ച് 30-ാം തീയതി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചു. ഇവിടെ ഇടതുപക്ഷത്തിന് ഭരണമുള്ള ഒരു കാലമാണ് ഇനിയുള്ള ഒരു വർഷം കൂടി. ആ വർഷക്കാലയളവിൽ നിലമ്പൂരിൻ്റെ പ്രതിനിധിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രതിനിധി വരുമ്പോൾ, അതും നിലമ്പൂരിൻ്റെ ഒരു സംഭാവനയായി കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന സഖാവ് എം സ്വരാജ് വരുമ്പോൾ, ആ സ്വരാജിനെ സ്വീകരിക്കാൻ ഈ നാട് സന്നദ്ധമാണ് എന്ന് തന്നെയാണ് മണിക്കൂറുകൾ കൊണ്ട് ഈ നാടാകെ അറിയിച്ചു കഴിയുന്നത്. പ്രത്യക്ഷമായി തന്നെ അവരുടെ പ്രകടനങ്ങളിലൂടെ, അഭിപ്രായ പ്രകടനങ്ങളിലൂടെ തീരുമാനം UDF-നൊപ്പം നിൽക്കാനാണ് എങ്കിൽ PV അൻവറും UDF-ഉം ചേർന്ന് വരുന്ന ആ മുന്നണി ഉണ്ടല്ലോ, അതിനെ എങ്ങനെ നേരിടും സ്വരാജ്? ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞതല്ലേ, ഞങ്ങൾ ഈ അൻവറും ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും BJP-യും UDF-ഉം ഒക്കെ ഒരുമിച്ച് വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവരൊക്കെ ഒരു ഭാഗത്ത് നിൽക്കും, ചില മാധ്യമങ്ങളും നിൽക്കും. അങ്ങനെ ഒരുമിച്ച് നിന്ന് ഞങ്ങളെ നേരിടും. അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങളും അതിനെ മറികടക്കാനുള്ള സംഘടനാ സംവിധാനങ്ങളുമാണ് ഞങ്ങൾ എല്ലാ അവിശുദ്ധ കൂട്ടുകെട്ടിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കെൽപ്പ് നിലമ്പൂരിലെ സംഘടനാ സംവിധാനത്തിനുണ്ട്. നിലമ്പൂരിലെ ജനങ്ങളും അതുപോലെ തന്നെ ഈ വികസന തുടർച്ചയ്ക്ക് വേണ്ടി ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധി MLA ആയിരിക്കുമ്പോൾ ചെയ്തു വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന സമയത്ത് ഇവിടെ വന്ന മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾക്ക്, ആ വികസനത്തിനൊക്കെ തുടർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ പിന്തുണക്കാനേ പറ്റൂ. അൻവറിന്റെ നേട്ടങ്ങൾ പറഞ്ഞ് അൻവർ എന്ന MLA-യുടെ നേട്ടങ്ങൾ ചോദിക്കേണ്ടി വരും. അങ്ങനെ ഞാൻ പറഞ്ഞോ? അല്ല, അങ്ങനെ വേണ്ടി നിങ്ങൾ പറഞ്ഞ MLA ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത്. ഈ MLA രാജിവെച്ചതിന് ശേഷം പോലും ഈ മണ്ഡലത്തിൽ ബൈപ്പാസിന് വേണ്ടി 272 കോടി രൂപ അനുവദിച്ച സർക്കാരിന്റെ പേര് LDF എന്നാണ്. അതിന് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. ഞങ്ങൾ ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗമായി നടത്തിയ വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ ആണയിട്ട് പറയുക, അതാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അതിന്റെ തുടർച്ചയിലാണ് ഞങ്ങൾ ഇവിടെ വരാൻ പോകുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.